ഹലോ മക്കളെ, സീറ്റ് എഴുതിയ എല്ലാ മക്കൾക്കും അവരുടെ റിസൾട്ട് കഴിഞ്ഞ 30-ാം തീയതി വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു അല്ലേ. എന്നാൽ എല്ലാ മക്കളെയും വിഷമിപ്പിച്ചുകൊണ്ട് തന്നെ CET അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവണത വീണ്ടും കാണിച്ചിരിക്കുകയാണ്. അവരുടെ റിസൾട്ട് ഈ പ്രാവശ്യം വൈകിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വാർത്ത എന്താണെന്നല്ലേ? ആ വാർത്തയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ ലൈക്ക് എന്ത് ചെയ്യുക, തരാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ CETയുടെ ഭാഗത്ത് നിന്ന് ഇപ്രാവശ്യം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇന്ന് 3-ാം തീയതിയാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്ഡേറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ആൻസർ കീ ഇന്ന് രാത്രിക്കുള്ളിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ആൻസർ കീ വരുമെന്നാണ്. ഈ ആൻസർ കീ ഫൈനൽ ആൻസർ കീ അല്ല, നിങ്ങൾക്കറിയാം ആദ്യം ഒരു പ്രൊഫഷണൽ ആൻസർ കീ ആണ് റിലീസ് ചെയ്യുക അല്ലേ. അപ്പോൾ അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം എന്താ പ്രൊഫഷണൽ ആൻസർ കീ എന്ന് വെച്ചാൽ. പ്രൊഫഷണൽ ആൻസർ കീ എന്ന് പറയുമ്പോൾ CET ആദ്യം ഒരു ആൻസർ കീ റിലീസ് ചെയ്യും. അതായത് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ചാലഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചാലഞ്ച് ചെയ്യണമെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യണം, ഒരു 200 രൂപ എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ 200 രൂപ കൊടുത്തൊരു ആൻസർ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഓപ്ഷൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഓപ്ഷൻ ശരിയായിട്ട് നിങ്ങൾക്ക് ആ സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഒരു ഫൈനൽ ആയിട്ടുള്ള ആൻസർക്ക് നിങ്ങൾക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം മക്കളെല്ലാം ആലോചിക്കുന്നത് എന്തായിരിക്കും, ഈ ഒരു 200 രൂപ കൊടുത്ത ഒരു ആൻസർ ചാലഞ്ച് ചെയ്യണമോ എന്നായിരിക്കും. അതായത് ഒരു ആൻസർ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 5 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ആൻസർ അവിടെ ശരിയാണെങ്കിൽ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നിങ്ങൾ അവിടെ ചാലഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ എന്ത് ചെയ്യും, തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് ചാലഞ്ച് ചെയ്യുക. ഓരോ 5 മാർക്കും എന്ത് ചെയ്യും, നിങ്ങളുടെ റാങ്ക് ഒരുപാട് എന്ത് ചെയ്യും, ഉയർത്തുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ആൻസർ കീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആൻസർ കീ എന്ന് വരുമെന്നാണ്, ഇന്ന് രാത്രിക്കുള്ളിൽ വരുമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ടിനെ കുറിച്ചും അവർ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. റിസൾട്ട് വരിക എന്നാണ് ജൂലൈ 10 ഓക്കെ, അപ്പോൾ ജൂലൈ 10 തീയതി ഈ റിസൾട്ട് വരുന്നു. അതായത് ഇന്ന് രാത്രി നമുക്ക് നോക്കാം. ഇന്ന് രാത്രി നിങ്ങളുടെ ആൻസർ കീ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ രാവിലേക്കുള്ളിൽ നിങ്ങളുടെ ആൻസർ കീ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജൂലൈ 10 നമ്മുടെ റിസൾട്ടും വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതല്ല എങ്കിൽ CETയുടെ പ്രവണത ഇനിയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ നീണ്ടുപോകാം. പക്ഷേ ഓൾമോസ്റ്റ് നീറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൗൺസിലിംഗ് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മെന്റർഷിപ്പ് എല്ലാം നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ കൗൺസിലിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ കൗൺസിലിംഗ് നിങ്ങൾ എന്തുകൊണ്ട് ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം മാത്രമായിട്ട് 550-ൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട്സ് നമ്മൾ കഴിഞ്ഞ വർഷം മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ, ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ കൗൺസിലിംഗ് മാത്രമല്ല, നിങ്ങളുടെ കൗൺസിലിംഗ് തൊട്ട് നിങ്ങളുടെ കോളേജ് വരെ എല്ലാ അസിസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ICAR അക്രിഡിറ്റേഷൻ അല്ലാതെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോളേജസ് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ വിളിക്കുന്നുണ്ട്. അവിടെയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യത്തില്ല, ഒരു വാല്യൂം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനത്തെ കോളേജസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അങ്ങനത്തെ കോളേജസിലോട്ട് നിങ്ങളെ വിടാതെ ICAR അക്രിഡിറ്റേറ്റഡ് ആയിട്ടുള്ള കോളേജസിൽ മാത്രം വിടാൻ വേണ്ടി നമ്മുടെ കൗൺസിലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ ഫുള്ള് നമ്മളായിരിക്കും സെറ്റ് ചെയ്ത് തരിക. നിങ്ങൾക്കപ്പോൾ ആലോചിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് മാത്രം നിങ്ങൾ റെഡിയാക്കിയാൽ മതി. ആ ലിസ്റ്റ് നമ്മൾ തരുന്നതായിരിക്കും. ആ ഡോക്യുമെന്റ്സ് മാത്രം നിങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി വെക്കുക. റിസൾട്ട് വന്ന ഉടനെ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അത് നമുക്ക് അയച്ചു തരിക. നമ്മൾ അതിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഡൗട്ടൊന്നും ബാക്കി നിൽക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ സപ്പോർട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫുൾ ഗൈഡൻസ്, നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മുടെ സീനിയേഴ്സുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓൾസോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉള്ള ബാക്കിയുള്ള നിങ്ങളുടെ കൊളീഗ്സുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഈ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, GPay ചെയ്യുക. നമ്മൾ പല ചാനലും വാങ്ങിക്കുന്ന പോലെ 1000 2000 ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വാങ്ങിക്കുന്നില്ല. നമ്മൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്പായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇത്ര കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്കും എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെളിയിൽ നിന്ന് ആളെ വയ്ക്കണം, അതും കൂടെ കണക്കാക്കിയിട്ടാണ് ഈ ഒരു റേറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 299 GPay ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കുക, നിങ്ങൾക്ക് എന്താ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് തന്നെ അയക്കുന്നതായിരിക്കും. ഓൾറെഡി ഗ്രൂപ്പിൽ അയച്ചതാണ്, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അപ്ഡേറ്റും കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതേപോലെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.